الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പേജ് നമ്പർ 80. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൻ്റെ അഅ്മാലു ഖുലൂബുകൾ, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള എലിക്സീർ എന്ന കിതാബാണ് നാം വായിക്കുന്നത്. അതിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന മൻസിലത്തുകളിൽ മൻസിലത്തു തൗബയിൽ വ്യത്യസ്ത ഭാഗങ്ങളാണ് ചർച്ച. അതിൽ തൗബ ചെയ്ത് മടങ്ങുന്ന, തൻ്റെ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ പറ്റി പറയുകയുണ്ടായി. അതിൽ അവന് മനുഷ്യൻ മൃഗതുല്യമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത്, അതുപോലെ തൗഹീദ് ബോധ്യപ്പെടും, അതുപോലെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, പാപം വിധിക്കുന്നതിലെ ഹിക്മത്ത്, അതുപോലെ തൗഫീഖ് ലഭിക്കുന്നതും തൗഫീഖ് ലഭിക്കാത്തതും മനസ്സിലാക്കാൻ സാധിക്കും, അസ്മാഉൽ ഹുസ്ന മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്തത് ആറാമതായി, പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ബസീറത്തുള്ള ഈമാനുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന അടുത്ത കാര്യം മഷ്ഹദു സിയാദത്തിൽ ഈമാനി വ തഅദ്ദുദി ശവാഹിദിഹി. ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട്, ഈമാൻ കൂടാനുള്ള ഒരു സാഹചര്യമായിട്ട് ആ പാപത്തിൽ നിന്നുള്ള തൗബയെ അവന് മനസ്സിലാക്കും. അല്ലെങ്കിൽ അവന് വ്യത്യസ്ത കാരണങ്ങളിലൂടെ, അവന് ബോധ്യപ്പെടുന്ന വ്യത്യസ്ത കാര്യങ്ങളിലൂടെ അവൻ്റെ ഈമാനിൽ വർധനവ് ഉണ്ടാകും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഹാദാ മിൻ അൽതഫിൽ മശാഹിദ് വഅഖസ്സിഹാ ബിഅഹ്ലിൽ മഅരിഫ. ഇത് വളരെ സബ്റ്റിലായിക്കൊണ്ട്, വളരെ രഹസ്യമായിക്കൊണ്ട്, അല്ലെങ്കിൽ വളരെ ഗോപ്യമായ നിലക്ക് മഅരിഫത്തുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. വആഥാറുൽ ഹസനാതി വസ്സയ്യിആതി ഫിൽ ഖുലൂബി വൽ അബ്ദാനി വൽ അംവാൽ. ഇവിടെ നന്മകളുടെയും പാപങ്ങളുടെയും അനന്തരഫലങ്ങൾ, അത് ഒരാളുടെ ഖൽബിലും ശരീരത്തിലും സമ്പത്തിലുമെല്ലാം പാപങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അംറും മഷ്ഹൂദുൻ ഫിൽ ആലം, ഈ ലോകത്ത് ബോധ്യപ്പെടുന്ന, മനസ്സിലാകുന്ന, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ ലോകത്ത് അമ്രുൻ മഷ്ഹൂദുൻ ഫിൽ ആലം, ഈ ലോകത്ത് ബോധ്യപ്പെടുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ലാ യുൻകിറുഹു ദു അഖലിൻ സലീമിൻ, നേരെ ചൊവ്വയുള്ള ബുദ്ധിയുള്ള ഒരാളും തന്നെ അതിനെ നിരാകരിക്കുകയില്ല. ബൽ യഅരിഫുൽ മുഅ്മിനു വൽ കാഫിറു വൽ ബർറു വൽ ഫാജിറു. അതൊരു മുഅ്മിനിനും കാഫിറിനും ബർറിനും ഫാജിറിനുമെല്ലാം മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. അതായത് നന്മ ചെയ്താലും പാപങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ അനന്തരഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനെ തുടർന്ന് പറയുന്നു, വശുഹൂദുൽ അബ്ദി ഹാദാ ഫി നഫ്സിഹി വഫി ഗൈരിഹി. ഈ ഒരു കാര്യം ഒരടിമ അവൻ്റെ സ്വന്തത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരിലുമെല്ലാം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാപങ്ങൾക്കും നന്മകൾക്കും അനന്തരഫലങ്ങൾ അവൻ്റെ സ്വന്തത്തിലും അതുപോലെ തന്നെ അവൻ്റെ ചുറ്റുമുള്ള ആളുകളിലുമെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, വതഅമ്മുലുഹു വമുതാലഅതുഹു, അതവൻ ആലോചിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, മിമ്മാ യുഖവ്വി ഈമാനഹു ബിമാ ജാഅത് ബിഹി റുസുൽ വബിസ്സവാബി വൽ ഇഖാബ്, അവന് എന്തുണ്ടാകും? അവൻ്റെ ഈമാൻ ശക്തിപ്പെടാനുള്ള ഒരു കാര്യമായി അത് തീരും. എന്തിലുള്ള ഈമാൻ? റസൂലുകൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ റസൂലുകൾ അറിയിച്ചിട്ടുള്ള കാര്യം, ഈ ദീനിൽ, വബിസ്സവാബി വൽ ഇഖാബ്, പ്രതിഫലത്തിലും ശിക്ഷയിലുമെല്ലാം.
ഫൈന്ന ഹാദാ അദ്ലുൻ മഷ്ഹൂദുൻ മഹ്സൂസുൻ ഫി ഹാദൽ ആലം. കാരണം എന്താണ്? ആ കാര്യം, അതായത് റസൂൽ പറഞ്ഞിട്ടുള്ള നന്മ ചെയ്തവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും, പാപം ചെയ്തവർക്ക് ഇന്നാലിൻ്റെ കാര്യമുണ്ടാവും, പരലോകത്ത് സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളെ ഈ ദുനിയാവിലും നന്മ ചെയ്യുന്നവർക്ക് ഒരുപാട് ഖൈറുകൾ ഉണ്ടാകുന്നു, പാപം ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഷർറുകൾ ബാധിക്കുന്നു എന്ന നിലക്കുള്ള അതുപോലുള്ള ആ ബോധ്യപ്പെടൽ ദുനിയാവിൽ തന്നെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാവും. അത് പരലോകത്തിലുള്ള വിശ്വാസം അവനെ ശക്തിപ്പെടുത്തും. ومثوبات وعقوبات عاجلة دالة على ما هو أعظم منها لمن كان له بصيرة. ബസീറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ പെട്ടെന്ന് അവന് കിട്ടുന്ന പ്രതിഫലങ്ങളും ശിക്ഷകളും, അഥവാ നന്മ ചെയ്താൽ അവന് നല്ലൊരു അവസ്ഥയുണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്നതായിട്ട് അവന് അനുഭവിക്കാൻ സാധിക്കുന്നു, തെറ്റ് ചെയ്താൽ അതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും ശിക്ഷ അനുഭവിക്കുന്നവന് മനസ്സിലാകുന്നു. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ ഉൾക്കാഴ്ചയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലുത് അപ്പുറത്തുണ്ട് എന്ന് ബോധ്യപ്പെടും. അഥവാ മരണത്തിന് ശേഷം ഇതിനേക്കാൾ വലുത് നന്മ ചെയ്താൽ, ഇപ്പോൾ ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൽബിൽ ഒരു അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്, അപ്പോൾ ബാഹ്യമായിട്ട് പുറത്തുള്ളതിനേക്കാൾ. അതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൽബിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഞെരുക്കവും ബുദ്ധിമുട്ടുമുണ്ട്, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ബസീറത്തുള്ള ഒരാൾക്ക് മനസ്സിലാക്കുമ്പോൾ ഇതിനേക്കാൾ വലുത് മരണത്തിന് ശേഷം ഉണ്ടാകും, ഇത് റസൂലുകൾ അറിയിച്ച കാര്യമാണല്ലോ എന്നുള്ള ആ ബോധ്യം, വിശ്വാസം ഉറക്കും. കമാ ഖാല ലീ ബഅ്ദുന്നാസ് എന്നൊരു ഇബ്നു ഖയ്യിം പറയാണ്, എന്നോട് ചില ആളുകൾ പറഞ്ഞതുപോലെ. ഇബ്നു ഖയ്യിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന വലിയൊരു ത്വബീബാണ്. ശരീരത്തിൻ്റെ രോഗങ്ങൾക്കും ത്വബീബാണ്, കൽബിൻ്റെ രോഗങ്ങൾക്കും ത്വബീബാണ്. കാരണം തിബ്ബുൻ നബി എല്ലാം വായിച്ചു കഴിഞ്ഞാൽ, ജാദു മആദിൻ്റെ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ തിബ്ബിൽ അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും. കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള ത്വബീബാണ് എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഏത് കിതാബ് വായിക്കുന്ന ഒരാൾക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ആ കിതാബുകൾ വായിക്കുമ്പോൾ ആ വായിക്കുന്ന ആളുടെ കൽബിലുണ്ടാകുന്ന മാറ്റം, അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, അവൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, അവൻ അള്ളാഹുമായി കിട്ടുന്ന ബന്ധം, അതെല്ലാം അറിയപ്പെട്ട കാര്യമാണ്, പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇബ്നു ഖയ്യിമിനോട് ചർച്ച ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹിൻ്റെ മസായിലുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതിലുള്ള അറിവ് വ്യാപ്തി മനസ്സിലാവും. ജാദുൽ മആദൊക്കെ തുടക്കം മുതൽ അവസാനം വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകാൻ സാധിക്കും. ഹദീസിൻ്റെ വിഷയത്തിലാവട്ടെ, തഫ്സീറിൻ്റെ വിഷയത്തിലാവട്ടെ, ധാരാളം ഗ്രന്ഥങ്ങൾ. ഇനി മുഖാലിഫീങ്ങൾക്ക്, അഹ്ലുസുന്നയുടെ മൻഹജിനോട് എതിരായിട്ടുള്ള ആളുകൾക്ക് റദ്ദ് ചെയ്യുന്ന വിഷയങ്ങളിലാവട്ടെ, വളരെ ആഴത്തിലുള്ള കിതാബുകളെല്ലാം ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ചില ആളുകൾ എന്നോട് പറഞ്ഞതുപോലെ അവർ പറയാറുണ്ട്, ഇദാ സദറ മിന്നി ദംബുൻ വലം ഉബാദിർഹു വലം അതദാറഖു ബിത്തൗബത്തിൻ തളർത്തു അസ്റഹു അസ്സയ്യി. ഞാനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അഥവാ ആളുകൾ ഇബ്നു ഖയ്യിമിനോട് പറയാൻ, ഞാനൊരു തെറ്റ് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അതിലേക്ക് പെട്ടെന്ന് തൗബ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തൗബ ചെയ്യാൻ പെട്ടെന്ന് തിരി കാണിക്കുന്നില്ല എന്നുള്ള സമയത്തൊക്കെ അതിൻ്റെ അനന്തരഫലം ഞാൻ കാത്തു നിൽക്കാറുണ്ട്. ഫൈദ അസ്വാബനി ഔ ഫൗഖഹു ഔ ദൂനഹു കമാ ഹസിബ്തു. ഞാൻ കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതലോ കുറവോ ആയ രീതിയിൽ അതിൻ്റെ അനന്തരഫലം ദോഷം എന്നിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ ഒരു തെറ്റ് ചെയ്തതിൻ്റെ അനന്തരഫലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, യകൂന ഹിജ്ജിറായ്, പിന്നെ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ചിന്ത, എപ്പോഴും തുടരെ ഉണ്ടാകുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലുമുള്ള ഷഹാദത്താണ് പിന്നീട് ഉണ്ടാവുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം തെറ്റ് ചെയ്താൽ അതിൻ്റെ അനന്തരഫലമായിട്ടുള്ള ദോഷം അവനുണ്ടാകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചിട്ടുള്ള കാര്യമാണ്, ഖുർആനും ഹദീസും അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം അവനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഷഹാദത്ത് ചെയ്തിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹിലും അവൻ്റെ വിശ്വാസം ഉറക്കുകയാണ് ചെയ്യാറുള്ളത്. അവിടെ പറഞ്ഞ വിഷയം, പാപം ചെയ്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം കാണുമ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ബസീറത്തുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യം സത്യമാകുന്നു എന്ന നിലക്ക് അവൻ്റെ വിശ്വാസം ശക്തിപ്പെടും. വയകൂനു ദാലിക മിൻ ശവാഹിദിൽ ഈമാനി വ അദില്ലതിഹി, അതവൻ്റെ ഈമാനിനുള്ള ഒരു അടിസ്ഥാനമായിട്ട്, ഒരു തെളിവായിക്കൊണ്ട്, ഒരു സാക്ഷ്യമായിക്കൊണ്ട് മാറും. فإن الصادق متى أخبرك أنك إذا فعلت كذا وكذا ترتب عليه من المكروه كذا وكذا. ഒരു സത്യസന്ധനായിട്ടുള്ള വ്യക്തി
അവൻ നിന്നെ അറിയിക്കുകയാണ്, നീ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ നിനക്ക് ബാധിക്കും, നിനക്ക് സംഭവിക്കും, നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ബാധിക്കും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ فجعلت كلما فعلت شيئا من ذلك حصل لك ما قال من المكروه. നീ എന്ത് ചെയ്യാണ്, അങ്ങനെ അവൻ ഇന്നത് ചെയ്താൽ ഇന്നത് ബാധിക്കും പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹുസില ലക മാ ഖാല മിനൽ മക്റൂഹ്, നിനക്ക് എന്താവുന്നു, അവൻ എന്താണോ പറഞ്ഞത് നിനക്ക് ബാധിക്കും എന്ന് പറഞ്ഞ കാര്യം എന്താണോ അതുപോലെ കാര്യങ്ങൾ ബാധിക്കുകയാണെങ്കിൽ, അതായത് ചുരുക്കം പറഞ്ഞ ഒരാൾ പറയുകയാണ് നീ അങ്ങനെ ചെയ്താൽ നിനക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഒരാൾ പറഞ്ഞു, പിന്നീട് നീ അങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ ഉണ്ടാകുമ്പോൾ ആ പറഞ്ഞ ആളിൽ എന്തുണ്ടാകും, നിനക്ക് ആ പറഞ്ഞ ആൾ പറഞ്ഞ വ്യക്തിയിൽ അതായത് സത്യസന്ധനാണ് എന്നും അയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ള ബോധ്യം ഉണ്ടാവും. ലം തസ്ദദ് ഇല്ല ഇൽമൻ ബിസിദ്ഖിഹി വബസീറത്തൻ ഫീഹി. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, അവൻ്റെ സത്യസന്ധതയിലും നമുക്ക് സിദ്ഖ് വർദ്ധിക്കുകയും അല്ലെങ്കിൽ അറിവ് വർദ്ധിക്കുകയും ഉൾക്കാഴ്ച ഉണ്ടാവുകയും ചെയ്യും. വലൈസ ഹാദാ ലികുല്ലി അഹദിൻ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇതെല്ലാ ആൾക്കും കിട്ടൂല, അതായത് പാപം ചെയ്ത എല്ലാ ആളുകൾക്കും ഇത് ബോധ്യപ്പെടില്ല. ബൽ അക്സറുന്നാസി തരീനുദ്ദുനൂബ് അലാ ഖൽബിഹി. അധിക ആളുകളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളാൽ അവരുടെ കൽബിന് കറ ബാധിച്ചിരിക്കുകയാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു തആല പറഞ്ഞ ബൽ റാന അലാ ഖുലൂബിഹിം. റാൻ കൽബിൽ അടയാളം, പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരു കറുത്ത അടയാളം വരും. അങ്ങനെ കടുത്തു പോയി കഴിഞ്ഞാൽ ഒരിക്കലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതില്ല, അധികം ആളുകൾക്കും അത് ബാധിച്ചിരിക്കുകയാണ്. ഫലാ യശ്ഹദു ശൈഅൻ മിൻ ദാലിക വലാ യശ്ഉറു ബിഹിൽ ബത്ത. അങ്ങനെയുള്ള ആളുകൾക്ക് അഥവാ കറ ബാധിച്ച ആളുകൾക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല, അവനൊന്നും അറിയാനും പോകുന്നില്ല, ഒന്നും ബോധ്യപ്പെടാനും പോകുന്നില്ല. അല്ലാത്ത ഈ ബസീറത്തുള്ള ആളുകൾക്കാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുക. വഇന്നമാ യകൂനു ഹാദൽ ഖൽബു ഫീഹി നൂറുൽ ഈമാൻ. ഈ ഖൽബുള്ളവൻ അഥവാ ഈമാനിൻ്റെ ഒരു എങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവാന്ന് പറയാണ്. ഈമാനിൻ്റെ പ്രകാശമുള്ള ഖൽബുള്ള ഒരുവൻ വഹ്വിയത്തു ദുനൂബി വൽ മആസി തഅസിഫു ഫീഹി. ആ ഈമാനിൻ്റെ പ്രകാശമുള്ള ഖൽബുള്ള ഒരുവനിലേക്ക് പാപങ്ങളുടെയും അതുപോലെ തെറ്റുകളുടെയും ആ കാറ്റ് അടിച്ചങ്ങോട്ട് വീശുകയാണ്. ഒരാളുടെ കൽബിൽ ഈമാൻ്റെ പ്രകാശമുണ്ട്, പക്ഷെ ആ കൽബിലേക്ക് പാപങ്ങളോടുള്ള ആ താല്പര്യവും ഇഷ്ടവും അല്ലെങ്കിൽ പാപങ്ങളുടെ കാറ്റ് അടിച്ചു വീശുകയാണ്. ഫഹുവ യുശാഹിദു ഹാദാ വഹാദാ. അവനാ ഈമാനിൻ്റെ പ്രകാശം ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പാപങ്ങളുടെ കാറ്റ് അടിച്ചു വീശുന്നു അറിയാൻ പറ്റും അവൻ്റെ കൽബിൽ. അഥവാ ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് പാപങ്ങളോടുള്ള പാപത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ ഇത് രണ്ടും അവൻ്റെ മനസ്സിൽ അറിയാൻ പറ്റും. വയറാ ഹാല മിസ്ബാഹി ഈമാനിഹി മാ ഖുവ്വതി തിൽക ലഹ്വിയതി വരിയാഹ്. അവന് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ ഈമാനിൻ്റെ വിളക്കിൻ്റെ അവസ്ഥ, അവൻ്റെ കൽബിലുള്ള ഈമാനിൻ്റെ വിളക്കിൻ്റെ അവസ്ഥ ഈ കാറ്റിൻ്റെ ഇടയിൽ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കെട്ടുപോകാൻ പോകുന്നതും അല്ലാതെ പിന്നെ കാറ്റ് പോകുന്ന സമയത്ത് നല്ല പ്രകാശിക്കുന്നതൊക്കെ അവൻ അനുഭവിക്കാൻ സാധിക്കും. ഫയറാ നഫ്സഹു കറാകിബിൽ ബഹ്രി ഇൻദ ഹൈജാദി റിയാഹ്. അവനവൻ്റെ സ്വന്തത്തെ മനസ്സിലാക്കുന്നത് കടലിലൂടെ യാത്ര പോവുകയാണ്. നല്ല കാറ്റടിച്ച് വീശുമ്പോൾ കാറ്റടിച്ച് വീശുന്ന സമയത്ത് കടലിൽ പോകുന്ന ഒരാളെ പോലെ. വതഖല്ലുബിസ് സഫീനതി വതകഫുഇഹ. അവൻ്റെ ആ കപ്പൽ ഇങ്ങനെ മാറി മറിയും ചെയ്യും, ഇടക്ക് നേരാവണ്ണം നിൽക്കുകയും ചെയ്യും. കാറ്റ് വീശുമ്പോൾ അതിന് ഇളക്കം വരും, അല്ലാത്തപ്പോൾ നേരെ പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും അവൻ്റെ കൽബുണ്ടാവുക. വലാ സിയ്യമ ഇദ ഇൻകസറത് ബിഹി വബഖിയ അലാ ലൗഹിൻ തൽഅബു ബിഹി അല ലൗഹിൻ തൽഅബു ബിഹി അരിയാഹ്. പ്രത്യേകിച്ചും ആ കപ്പൽ പൊട്ടിത്തകർന്ന് ഒരു പലകയുടെ മേലെ മാത്രമായിട്ട് അവൻ തൂങ്ങിപ്പിടിച്ച് കിടക്കുമ്പോൾ കാറ്റ് അവനെ കൊണ്ട് വീശിക്കൊണ്ടുപോകുന്നതൊക്കെ അവൻ അനുഭവിക്കാൻ സാധിക്കും. അല്ല ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തിനോടുള്ള പാപം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം കൂടുന്ന സമയത്ത് ഈമാനുള്ള ഒരാൾക്ക്, ഈമാൻ്റെ പ്രകാശമുള്ള ഒരാളായിരിക്കും, അവന് ഇതുപോലെ തോന്നുന്നതാണ്. കാരണം ഇത് എന്നെ കൊണ്ടാണ് കളിക്കുകയാണല്ലോ, ചിലപ്പോൾ ഈമാനികമായിട്ടൊരു ഇത് കിട്ടും, ചിലപ്പോൾ ആ പാപത്തിൽ വീണ് പോകുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാകും. ഫഹാക്കദൽ മുഅ്മിൻ. ഇതുപോലെയാണ് മുഅ്മിൻ. യുഷാഹിദു നഫ്സഹു ഇൻദ ഇർതികാബിദ് ദുനൂബ്. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ സ്വന്തത്തിൽ ഈ ഒരു അവസ്ഥ അനുഭവിക്കാൻ സാധിക്കും. ഇദാ ഉരീദ ബിഹി അൽ ഖൈറു. ഇദാ ഉരീദ ബിഹി അൽ ഖൈറു. അവനെ കൊണ്ട് അള്ളാഹു ഖൈറാണ് ഉദ്ദേശിക്കപ്പെട്ടത് എങ്കിൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തിലൊക്കെ പറഞ്ഞതുപോലെ അവനാ പാപം ചെയ്യുന്നത് കൊണ്ട് അവന് ഖൈറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കപ്പെട്ടത് എങ്കിലാണ് ഈ ഒരു അവസ്ഥ അവനുണ്ടാവുക. അതല്ല എങ്കിൽ അവനിതുണ്ടാവില്ല, ഈ ബോധ്യപ്പെടാൻ സാധിക്കില്ല. അള്ളാഹു ആ പാപം കൊണ്ട് അവന് ഖൈർ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ അവൻ അനുഭവിക്കാൻ സാധിക്കും. വൈൻ ഉരീദ ബിഹി ഗൈറു ദാലിക് ഫഖൽബുഹു ഫി വാദിൻ ആഖർ.
ഇതല്ലാതെ വേറെ എന്തെങ്കിലുമാണ് അവനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എങ്കിൽ, അഥവാ ആ പാപം കൊണ്ട് അവന് നാശമാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ അവൻ ഈ കാര്യമൊന്നും മനസ്സിലാകാനേ പോകുന്നില്ല. അവൻ്റെ കൽബ് വേറെ ഏതെങ്കിലും താഴ്വരയിലും കൂടി കിടക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയാണ്. ഇത് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈമാനിൻ്റെ വെളിച്ചം ലഭിച്ചിട്ടുള്ള, തൗഫീഖ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നിട്ട് പറയുകയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ومتى انفتح هذا الباب للعبد انتفع بمطالعة تاريخ العالم. ഈ ഒരു കഥക് അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് കഴിഞ്ഞ ഈ ലോകത്തിൻ്റെ മുൻകഴിഞ്ഞ ചരിത്രങ്ങളിലെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ, അവന് ആ പരിശോധന ഉണ്ടായിക്കഴിഞ്ഞാൽ, വഹ്വാലിൽ മുൻകഴിഞ്ഞ ഉമ്മത്തുകൾക്ക് സംഭവിച്ചത്, വമുജിരിയാത്തിൽ ഖൽഖ് സൃഷ്ടികളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, ബലിൻതഫഅ ബിമുജിരിയാത്തി അഹ്ലി സമാനിഹി വമാ യുഷാഹിദുഹു മിൻ അഹ്വാലിൻ നാസ്. ഈ അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആളുകളിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആളുകളിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഥക് അവൻ്റെ മേലെ തുറന്നു കിട്ടുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളത്. അതായത് മുൻകഴിഞ്ഞ സമൂഹങ്ങളിലും അല്ലെങ്കിൽ ലോകത്തും മുമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യമാണ്. അള്ളാഹു തആല ഒരു കൂട്ടരെ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പാപങ്ങൾ കാരണമായിരിക്കും അത്. അതുപോലെ തന്നെ അവർ പല ആളുകൾക്കും പാപം ചെയ്തിട്ടും മാറ്റം വന്നിട്ടുള്ളത്, നന്മകളിലേക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മുൻകഴിഞ്ഞ ഈ ലോകത്ത് കഴിഞ്ഞുള്ള ചരിത്രങ്ങളെല്ലാം അതിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കഥക് അവനിൽ തുറന്നു കിട്ടും. ഫദ്ദുനൂബു മിസ്ലു സുമൂമി മുദിറത്തുൻ ബിദ്ദാത്ത്. പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ദോഷമുണ്ടാക്കുന്ന ഒരു വിഷം പോലെയാണ്. ഇപ്പോൾ ശരീരത്തിൽ എന്തിൻ്റെങ്കിലുമൊക്കെ വിഷം കയറിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും? അതിൻ്റെ ദോഷമുണ്ടാകും. അതുപോലെയാണ്, ഒരു വിഷം പോലെയാണ് പാപങ്ങൾ. ഫൈൻ തദാറകഹ മിൻ സഖീൻ ബിൽ അദ്വിയത്തിൽ മുഖാവിമതി ലഹാ. എന്നാൽ ആ വിഷം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷം തീടുന്ന സമയത്ത് അതിനെതിരെ നിൽക്കുന്ന, പ്രതിരോധമായിട്ട് നിൽക്കുന്ന ഒരു മരുന്നിനെ നമ്മൾ കഴിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അതിനെ എതിർത്ത് നിൽക്കും. ഇപ്പം നമ്മൾ സാധാരണ ഉണ്ടാകുന്നതാണ്, എന്തെങ്കിലും ഒരു വിഷമായിട്ടുള്ള ദോഷമുണ്ടാക്കുന്ന ഒരു സാധനം കയറിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്ന എതിർമരുന്ന് നമ്മൾ കൊടുക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്നത് ആൻറ്റിബോഡി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പറയാണ്, ഈ പ്രതിരോധിക്കുന്ന മരുന്ന് ശക്തമല്ല എങ്കിൽ വൈല്ലാ ഖഹറത്തിൽ ഖുവ്വത അൽ ഈമാനിയ, ആ പാപങ്ങൾ എന്താകും? ഒരുവൻ്റെ ഈമാനിൻ്റെ ആ ഖുവ്വത്തിനെ അധിപതിക്കും, അല്ലെങ്കിൽ അതിനെ മറികടക്കും. അതായത് ഒരാൾക്ക് ഈമാനിൻ്റെ പ്രകാശം ഉണ്ടാവും, ശക്തി ഉണ്ടാവും. പക്ഷേ പാപങ്ങൾ എന്നുള്ളത് വിഷം പോലെയാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ആ ശക്തി അവൻ്റെ ഈമാനിൽ അവൻ ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ അതിനെ മറികടക്കാൻ അവന് സാധിക്കും. അതല്ല എങ്കിൽ ഈ പാപങ്ങൾ അവൻ്റെ ഈ അവസ്ഥയെ ഇങ്ങോട്ട് മറികടക്കും. വക്കാനിൽ ഹലാക്ക്, അത് അവൻ്റെ നാശത്തിന് കാരണമാകും. കമാ ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, അൽ മആസി ബരീദുൽ കുഫ്ർ കമാ അന്നൽ ഹുമ്മ ബരീദുൽ മൗത്ത്. ഏതുപോലെ പാപങ്ങൾ എന്നുള്ളത് കുഫ്റിൻ്റെ സന്ദേശവാഹകനാണ്, കുഫറിലേക്ക് കൊണ്ടുപോകുന്ന, വഴി നടത്തുന്ന, അതിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. കമാ അന്നൽ ഹുമ്മ ബരീദുൽ മൗത്ത്, ഏതുപോലെ പനി എന്നുള്ളത് മരണത്തിൻ്റെ സന്ദേശവാഹകനായിട്ടുള്ളത് പോലെ, അഥവാ മരണത്തിന് മുമ്പ് ശരീരത്തിലേക്ക് പനി കടന്നു കൂടുന്നത് പോലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ, മാറ്റമുണ്ടാകുന്നത് പോലെ കുഫറിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് പാപങ്ങൾ എന്നുള്ളത്. ഇവിടെ പറഞ്ഞതിൻ്റെ ആകത്തുക, ആ പാപത്തെ മറികടക്കാനുള്ള ഈമാനിൻ്റെ ശക്തി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിരോധിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രോഗങ്ങൾക്കൊക്കെ വാക്സിൻ എടുക്കുന്ന ഒരു രീതിയില്ലേ. അപ്പോൾ ചില രോഗങ്ങൾ, ആ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കാൻ. അപ്പോൾ എന്താ അവിടെ നടക്കുന്നത്? അപ്പോൾ ഈ രോഗമാണ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ശക്തിയെ മറികടക്കാൻ മാത്രം രോഗാണു കയറിക്കഴിഞ്ഞാൽ ആ രോഗം ബാധിക്കും. അതല്ല എങ്കിൽ ഈ നമ്മൾ എടുത്തുള്ള വാക്സിൻ്റെ ആൻറ്റിബോഡീസ് അതിനെ പ്രതിരോധിച്ച് നിൽക്കുകയും ചെയ്യും. അതേപോലെ ഈമാനിൻ്റെ ശക്തി ഉണ്ട് എങ്കിൽ പാപങ്ങളെ കൊണ്ടുള്ള അനന്തരഫലങ്ങളെ മറികടക്കാൻ സാധിക്കും. അതില്ല എങ്കിൽ ആ പാപങ്ങളുടെ ശക്തിയാണ് കൂടുതലെങ്കിൽ അത് ഇവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് പറയാണ് ഫശുഹൂദുൽ അബ്ദി. ഇവിടെ ലാസ്റ്റ് പറഞ്ഞ സലഫുകളുടെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അൽ മആസി ബരീദുൽ കുഫർ എന്നുള്ളത്, അഥവാ പാപങ്ങൾ കുഫറിലേക്ക് എത്തിക്കും. മുൻഗാമികൾ ഭയപ്പെട്ടിട്ടുള്ള കാര്യം പാപങ്ങളെ തൊട്ട് അവരുടെ ഈമാനിനെ ബാധിക്കുന്ന കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമായി തീരുമോ എന്നുള്ളതാണ് അവർ ഭയപ്പെട്ടിട്ടുള്ള കാര്യം.
അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുഫിയാൻ സൗരിയുടെ മരണസമയത്തുണ്ടായൊരു സംഭവം പോലെ റഹിമഹുല്ലാ, അദ്ദേഹം ഒരു മൺകട്ടയോ മരക്കഷ്ണമോ എടുത്ത് അദ്ദേഹം കരയുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങളെ പാപങ്ങൾ ആലോചിച്ചിട്ടാണോ കരയുന്നത്? അപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരമായ എന്തോ ഒരു വസ്തു എടുത്തിട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പാപങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അഥവാ മുജറദായ പാപങ്ങൾ എന്നുള്ളതിനേക്കാൾ അതുകൊണ്ട് അനന്തരഫലമായിട്ട് നഷ്ടപ്പെടുന്ന ഈമാനിനെയാണ് അവരെല്ലാം ഭയപ്പെട്ടിട്ടുള്ളത്. അത് നഷ്ടപ്പെടുമോ, കുഫറിലെത്തുമോ എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, ഫശുഹൂദുൽ അബ്ദി നഖ്സ ഹാലിഹി ഇദാ അസാ റബ്ബഹു വതഗയ്യുറൽ ഖുലൂബി അലൈഹി. ഫശുഹൂദുൽ അബ്ദ്, ഒരു അടിമക്ക് മനസ്സിലാകുകയാണ് അവൻ്റെ റബ്ബിനെ അവൻ നിഷേധിക്കുന്ന സമയത്ത്, റബ്ബിന് അനുസരണക്കേട് കാണിക്കുന്ന, പാപം സംഭവിക്കുന്ന സമയത്ത് അവൻ്റെ അവസ്ഥയിൽ വരുന്ന മാറ്റം, അവൻ്റെ കൽബിലുണ്ടാകുന്ന മാറ്റം, അഥവാ അവന് നല്ല റാഹത്ത് കൽബിൽ അനുഭവിക്കുന്ന സമാധാനം നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവൻ്റെ മൊത്തം ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടാവും. വജുഫൂലഹ മിൻഹു, അവന് ഒന്നും കൊണ്ട് ശരിയാവാത്തൊരവസ്ഥ, ഒന്നും നേരെ ആവാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ ഇൻസിദാദുൽ അബ്വാബി ഫീ വജ്ഹിഹി, പിന്നെ അവൻ്റെ മുമ്പിൽ എല്ലാ കവാടങ്ങളും അടഞ്ഞു കിടക്കുന്നത് പോലെ ഒരവസ്ഥ, ഒന്നും നേരെയാവാത്ത എല്ലാത്തൊരു അടഞ്ഞു കിടക്കുന്ന അവസ്ഥ. വതഅവ്വുറുൽ മസാലിക് അലൈഹി, അവന് നേരെ ചൊവ്വേ അവൻ്റെ കാര്യങ്ങളിൽ മുന്നേറാൻ പറ്റൂല, അള്ളാഹുലേക്ക് അടുക്കുന്ന വിഷയത്തിലും വേറെ ഒന്നും, അതിൽ മൊത്തത്തിലൊരു അസ്വസ്ഥത അവൻ അനുഭവിക്കുമ്പോൾ അവന് മാറ്റമുണ്ടാകുമ്പോൾ, വഹവാനഹു അലാ അഹ്ലി ബൈതിഹി വഔലാദിഹി വസൗജതിഹി വഇഖ്വാനിഹി, അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ, അവൻ്റെ വീട്ടുകാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഭാര്യയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ അവനുണ്ടാകുന്ന ഒരു പുച്ഛം, അവനുണ്ടാകുന്ന ഒരു നിന്ദ്യത, അവരൊക്കെ അവനെ വില കുറച്ച് കാണുന്ന ഒരവസ്ഥ. ഇത് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, സലഫുകൾ പറയാറുണ്ട്, ഞാൻ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്നുള്ളത് എൻ്റെ വീട്ടിലെ, എൻ്റെ വാഹനത്തിൽ നിന്നും എൻ്റെ ഭാര്യയുടെ മുഖത്തു നിന്ന് വരെ ഉണ്ടാവാറുണ്ട്. കാരണം അവരുടെ പെരുമാറ്റത്തിലുള്ളത് മാറും. അതുപോലെ തന്നെ വാഹനാമൃഗം പോലും അതിൻ്റെ അനുസരണത്തിലൊരു മാറ്റം വരും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ഇതിൽ നിന്നൊക്കെ ഒരു പുച്ഛവും നിന്ദ്യതയൊക്കെ ഉണ്ടാകുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ തതല്ലുബുഹു സബബ ദാലിക ഹത്താ യഅലമ മിൻ ഐന ഉതിയ, ഇതിനുള്ള കാരണം എന്താണ്? എൻ്റെ കാര്യങ്ങളൊന്നും നേരെ നടക്കുന്നില്ല, എല്ലാത്തിനും ഒരു തടസ്സം, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഭാര്യയിൽ നിന്ന് മോശപ്പെട്ട പെരുമാറ്റം, മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അങ്ങനെ എല്ലാവർക്കും എന്നോടൊരു പുച്ഛം പോലെ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് എന്താണ് അതിന് കാരണം എന്നുള്ള നിലയ്ക്ക് അവൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ വഖൂഉഹു അല സബബിൽ മൂജിബിൽ ദാലിക്, അവന് ബോധ്യപ്പെടും ഇത് ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു കാരണമുണ്ട്, ഇതുണ്ടായിട്ടുള്ളത് അതിന് ആ ഉണ്ടാവേണ്ടതായിട്ടുള്ള കാരണമുള്ള പാപത്തിൻ്റെ മേലെയാണ് എന്നുള്ള ബോധ്യം അവനുണ്ടാകുമ്പോൾ മിമ്മാ യുഖവ്വിയ ഈമാനഹു, അതവൻ്റെ ഈമാനിനെ ശക്തിപ്പെടുത്തും. അഥവാ ഞാൻ പാപം ചെയ്തുകൊണ്ട് എൻ്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് പോലും, ഒരു വാഹനമൃഗത്തിൽ നിന്ന് പോലും എൻ്റെ കാര്യങ്ങളൊന്നും നേരെ നടക്കാത്ത, എല്ലാ അസ്വസ്ഥയും എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവൻ ഉൾക്കാഴ്ചയുള്ള, അവൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് യഥാർത്ഥത്തിൽ എന്താണ്, എൻ്റെ പാപം കൊണ്ടാണ്. അപ്പോൾ ഇത് അള്ളാഹു റസൂൽ അറിയിച്ചിട്ടുള്ള കാര്യമാണല്ലോ എന്നുള്ള ചിന്ത വരും. ഫൈൻ അഖ്ലഅ വബാശറൽ അസ്ബാബ് അല്ലതി തുഫ്ളി ബിഹി ഇലാ ളിദ്ദി ഹാദിഹിൽ ഹാൽ, അങ്ങനെ അവൻ ഫൈൻ അഖ്ല, അവൻ നിർത്തുകയാണ്, അവൻ ചെയ്ത തെറ്റ് അവൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ആ തെറ്റ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ അവൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അതെല്ലാം ഉള്ളതൊക്കെ നിർത്തിയിട്ട് അവൻ അതിനെതിരായിട്ടുള്ള കാരണങ്ങളെ സ്വീകരിക്കുകയാണ്. അഥവാ പാപം ചെയ്യുന്നതൊക്കെ ഒഴിവാക്കി തൗബ ചെയ്ത് മടങ്ങി നന്മകൾ ചെയ്ത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്മകൾ ചെയ്ത് അതിനെതിരായിട്ടുള്ള അവസ്ഥ അവനുണ്ടാവുകയാണ്. അവന് അവൻ്റെ ഉള്ളിൽ തന്നെ, അവൻ്റെ സ്വന്തത്തിൽ തന്നെ ഒരു പ്രതാപം അനുഭവിക്കാൻ സാധിക്കും. ആ നിന്ദ്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി അവന് ഒരു പ്രതാപം സ്വന്തത്തിലുണ്ടാകും. ഫഖർ, അവന് ആ ദാരിദ്ര്യത്തിന് ശേഷം ഗിനയുണ്ടാകും, ധന്യതയുണ്ടാകും കൽബിൽ. വസുറൂറ ബഅദൽ ഹസൻ, അവൻ്റെ ആ ദുഃഖമുള്ള അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ ചുറ്റും ഉണ്ടാകുന്നുണ്ടോ ഒക്കെ മാറുന്നവൻ അറിയാൻ സാധിക്കും, സന്തോഷമുണ്ടാകും. വൽ അംന ബഅദൽ ഖൗഫ്, അവന് ഭയത്തിന് ശേഷം നിർഭയത്വമുണ്ടാകും. വൽ ഖുവ്വത ഫീ ഖൽബിഹി ബഅദ ളഅഫിഹി വവഹ്നിഹി, അവൻ്റെ ആ ദുർബലതയ്ക്ക് ശേഷം, അവൻ്റെ ആ ക്ഷീണത്തിന് ശേഷം ഒക്കെ അവന് ഖുവ്വത്തുണ്ടാകും. ഇസ്ദാദ ഈമാനൻ മഅ ഈമാനിഹി, അവൻ്റെ ഈമാൻ അവൻ്റെ ഇരട്ടിയായി വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് ഷാഹിദായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നമ്മുടെ രഹസ്യത്തിൽ ആരും അറിയാതെ ഏറ്റവും രഹസ്യത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക.
എന്നാൽ പോലും നമ്മുടെ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള നമ്മൾ ജോലിക്ക് പോയ ജോലി സ്ഥലത്ത് നിന്നും എല്ലാം നമുക്ക് ആ നിന്ദ്യത ഉണ്ടാകാൻ സാധിക്കും. ദാവൂദ് ദവായിൽ ഇബ്നു ഖയ്യിം സലഫുകളിൽ നിന്ന് ഉദ്ധരിച്ചു കൊടുത്ത പോലെ നീ രഹസ്യമായി ചെയ്യുന്ന പാപം കാരണത്താൽ കാട്ടിൻ്റെ അകത്തുള്ള ഒരു പക്ഷിക്ക് വരെ അതിൻ്റെ ദോഷം ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അത് നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതേസമയം രഹസ്യമായിട്ടൊരു നന്മ ചെയ്ത് ഒരാളും കാണുന്നില്ല, അല്ലെങ്കിൽ ആ പാപത്തിന് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മാത്രമായിട്ടുള്ള ഇബാദത്തുകൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ളവരുടെ കൽബിലൊക്കെ അള്ളാഹു ഇഷ്ടമായിട്ട് കൊടുക്കും. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളോട് എന്തെന്നില്ലാത്ത സ്നേഹവും ബഹുമാനവും, മക്കൾ പറയുന്നതൊക്കെ അനുസരിക്കുക, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥ, നമ്മുടെ മൊത്തം സൃഷ്ടികളിൽ നിന്ന് ആ ആദരവുണ്ടാകും. ഇത് ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പാപം സംഭവിച്ച് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അവൻ്റെ ഈമാൻ വർദ്ധിക്കും. ഫതഖ്വ ശവാഹിദുൽ ഈമാനി ഫീ ഖൽബിഹി വ ബറാഹീനുഹു വ അദില്ലതുഹു ഫീ ഹാലി മഅസിയതിഹി വ തഅതിഹി. അപ്പോൾ ഈ ഒരു ഈമാനിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നതിലൂടെ അവനത് ശക്തിപ്പെടുകയും അവന് ഈ അനുസരണക്കേട് കാണിക്കുമ്പോഴും അനുസരിക്കുമ്പോഴും തമ്മിലുണ്ടാകുന്ന വ്യത്യാസമുണ്ടാകുന്ന ആ കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും. ഫഹാദ മിനല്ലദീന ഖാലല്ലാഹു ഫീഹിം, അതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞ കൂട്ടർ. ലിയുകഫിറല്ലാഹു അൻഹും അസ്വഅല്ലദീ അമിലു വയജ്സിയഹും അജ്റഹും ബിഅഹ്സനില്ലദീ കാനൂ യഅമലൂൻ. സൂറത്തുൽ സുമറിലെ 35-ാമത്തെ ആയത്തിൽ പറയാണ്, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കഫാറത്താകാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ളത്. അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള നിന്ദ്യതയും ബുദ്ധിമുട്ടുകളും എല്ലാം അവരുടെ ചുറ്റും അവന് ഉണ്ടാകുന്നത്. വയജ്സിയഹും അജ്റഹും ബിഅഹ്സനില്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും. അഥവാ അതിലൂടെ മാറി വന്ന് അവർക്കുണ്ടാകും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, വസാഹിബു ഹാദൽ മഷ്ഹദ്, ഈ ഒരു അവസ്ഥയിലുള്ള ഇത് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതാ തബസ്സറ ഫീഹി, ഇതിൽ ബസീറത്തുള്ളവനായാൽ, വഅതാഹു ഹഖ്ഖഹു, അതിനുള്ള ഹഖ് അവൻ വീട്ടിൽ കൊടുത്താൽ, അഥവാ ഇത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റം അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സ്വാറ മിൻ അത്തിബ്ബാഇൽ ഖുലൂബിൽ ആലമീൻ ബിദാഇഹാ വദവാഇഹാ, അവൻ എന്തായിത്തീരും? അഥവാ ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടത് ഉൾക്കാഴ്ചയുള്ളവനായി കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തെ അത്തിബ്ബാ ഉൽ ഖുലൂബിൽ, കൽബിൻ്റെ വൈദ്യന്മാരിൽ പെട്ടവനായി തീരും. ആ കൽബിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്താണ്, അതിൻ്റെ ചികിത്സ എന്താണെന്നുള്ള ബോധം അവൻ്റെ ഉള്ളിലുണ്ടാകും. ഫനഫഅഹുല്ലാഹു ഫീ നഫ്സിഹി, ഈ ബസീറത്ത് കൊണ്ട് അവൻ്റെ സ്വന്തത്തിൽ അവന് ഉപകാരം ഉണ്ടാകും. വനഫഅ ബിഹി മൻ ശാഅ മിൻ ഖൽഖിഹി, അവനെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ബാക്കിയുള്ള സൃഷ്ടികളിലുള്ള ആളുകൾക്ക് ഉപകാരമുണ്ടാകുന്ന അവസ്ഥയും ഉണ്ടാകും. കാരണം അവന് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, നമുക്ക് പാപങ്ങളിൽ നിന്ന് കണ്ടെത്താകുന്ന ഈമാനിൻ്റെ ഒരു വർധനമാണത്. അഥവാ ഒരു പാപം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഈമാനിൻ്റെ വലിയൊരു വർധനവാണത്. പാപം സംഭവിച്ചാൽ തൗബ തന്നെ വലിയൊരു നേട്ടമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഒരുവന് നേടാൻ സാധിക്കുന്ന, ബോധ്യപ്പെടാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇബ്നു ഖയ്യിമിൻ്റെ കിതാബുകളുടെ ഒരു പ്രത്യേകത പലപ്പോഴും തോന്നിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഹാലിയായിട്ട് അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ, നമ്മൾ ആരോടും പറയാൻ പേടിച്ചു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചർച്ച ചെയ്യാൻ അത് തെറ്റാകുമോ, അല്ലെങ്കിൽ ശരിയാ അതങ്ങനെ ആവൂലേ, ഇപ്പോൾ പാവത്തിൽ നിന്ന് ഒരാൾക്ക് ഇതുപോലെ ഈമാൻ വർദ്ധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ആലിം ഇത് ഇത്ര നല്ല രീതിയിൽ അതിൻ്റെ ആശയം വിശദീകരിച്ചില്ലെങ്കിൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല, അത് ഉൾക്കൊള്ളാനേ സാധിക്കില്ല. പക്ഷേ ആ കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പ്രത്യേകത, നമ്മുടെ രഹസ്യങ്ങളിൽ വന്ന് നമ്മോട് ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാളെപ്പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കൾ തബീബുൽ ഖൽബ് അൽ തബീബുൽ ഖുലൂബ് എന്ന അദ്ദേഹത്തിനെ പറയാനുള്ള കാരണവും. അടുത്ത് പറയുന്നത് മഷ്ഹദുർ റഹ്മ, അടുത്തത് പാപത്തിൽ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഒരുവന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവന് ഉണ്ടാകുന്ന ഒരു കാര്യം റഹ്മത്തിൻ്റെ അവസ്ഥയാണ്. അവൻ കാരുണ്യമുള്ളവനായി തീരുന്നതാണ്. പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി അവൻ മാറുമ്പോൾ അവൻ കൂടുതൽ കാരുണ്യമുള്ളവനായി തീരും. എന്താണത്? ഫൈനൽ അബ്ദ ഇദാ വഖഅ ഫി الذنബി ഖറജ മിൻ ഖൽബിഹി തിൽകൽ ഗിൽദതു വൽ ഖസ്വതു. ഒരടിമ അവൻ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൽബിൽ നിന്നുള്ള ഒരു ഖസ്വത്ത്, ഒരു കാഠിന്യം, ഒരു പരുഷത അത് നീങ്ങിപ്പോകും.
അതായത് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളെ വിചാരിക്കുക, അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അവന് വേറെ ഒന്നും തെറ്റൊന്നും ചെയ്യുന്നില്ല. അവൻ്റെ കൽബിന് ഒരു പരിശുദ്ധ വരാനുണ്ട്, അവൻ്റെ കൽബിന് ഒരു കാഠിന്യം വരാറുണ്ട്. ആരോടാണ് ഉണ്ടാവുക? അവൻ്റെ ചുറ്റുമുള്ള ബാക്കിയുള്ള ആളുകളോട്. ഉജുബിൻ്റെ വേറൊരു വശമാണത്. ആ ഉജുബിൻ്റെ അവസ്ഥ കൂടിയിട്ട് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളോടൊക്കെ പുച്ഛമായിരിക്കും. നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളോട് തന്നെ പുച്ഛമായിരിക്കും. അതാണ് ഉജുബ് എന്ന് പറഞ്ഞാൽ. തെറ്റുകൂടി ചെയ്യുന്ന ആളുകളാണെങ്കിലോ വളരെയധികം അങ്ങേയറ്റത്തെ വെറുപ്പും പുച്ഛമുള്ള ഒരവസ്ഥ ഉണ്ടാവുക തെറ്റ് ചെയ്യുന്ന ആളുകളോട്. നമ്മൾ പറയാണ് അത് അവന് പാപം സംഭവിക്കുന്നവരോട് നീങ്ങിപ്പോകും. വകൈഫിയത്തുൽ ഗളബിയ്യത്തുല്ലതി കാനത് ഇൻദഹു ലിമൻ സദറ മിൻഹു ദംബുൻ. എങ്ങനെയുള്ളത്? ഒരാളിൽ നിന്ന് പാപം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവനോടുണ്ടാകുന്ന ഒരു അക്രമപരമായിട്ടുള്ള ഒരു ദേഷ്യത്തോടു കൂടി ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു ദേഷ്യം തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോപം, അവനോടൊരു അങ്ങേറ്റത്തെ കോപം ഉണ്ടാകുന്ന രീതിയിലുള്ള അവസ്ഥ, അങ്ങനെ ഒരു കാഠിന്യമുണ്ട്, അതുണ്ടാകും. ഹത്താ ലൗ ഖദറ അലൈഹി ലഹലകഹു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത ഒരാൾ, അവൻ്റെ മേലെ എന്തെങ്കിലും അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അവനെ കൊന്നു കളയാൻ മാത്രം വിചാരിക്കുന്ന, കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരാൾ തെറ്റ് ചെയ്യാണ്, തെറ്റാണ് ചെയ്യുന്നത് അവൻ, പക്ഷേ ഇവൻ തെറ്റൊന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് ആ ദേഷ്യം കൊണ്ട് അവനെ ചിലപ്പോൾ അവൻ്റെ മേലെ വല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ അവനെ കൊന്നു കളയാൻ മാത്രം ഉള്ള ഒരവസ്ഥയിലുള്ള ആ ഒരു കോപം. വറുബ്ബമാ ദഅ അല്ലാഹു അലൈഹി അൻ യുഹ്ലികഹു വയഖുദഹു. അതുകൊണ്ട് തന്നെ ഇവൻ തെറ്റൊന്നും ചെയ്യാത്ത ഒരു പാപം സംഭവിക്കാത്ത ഒരുവൻ തെറ്റ് ചെയ്യുന്ന ആൾക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അവനെ നശിപ്പിച്ച് കളയാനും അവനെ ശിക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഗളബൻ മിൻഹു ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി അവനോടുള്ള കോപം കാരണത്താൽ. അവനുണ്ടാവുന്ന കോപം അള്ളാഹിന് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടി ആ തെറ്റ് ചെയ്തവരുടെ മേലുണ്ടാവുന്ന കോപം കാരണത്താൽ അതൊരു പരിധി വിട്ടിട്ട് ഈ നിലക്ക് അവനെ നശിപ്പിക്കണേ, അവനെ ശിക്ഷിക്കണേ, അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ഒരു അവസ്ഥയിൽ അവൻ പ്രാർത്ഥിക്കും. വഹിർസൻ അല അല്ലാ യുഅസ. അവൻ അള്ളാഹു ധിക്കരിക്കപ്പെടരുത് എന്നുള്ള താല്പര്യത്തിലാണത്. ഇവനുണ്ടാകുന്ന ഈ വികാരം അള്ളാഹുവിനെ ഒരാളും ധിക്കരിക്കപ്പെടരുത്, അള്ളാഹുവിനെ ആരും അനുസരണക്കേട് കാണിക്കരുത് എന്ന നിലക്കൊക്കെയാണ് അത് ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെ അത് ഉണ്ടാവുന്നത്. പക്ഷെ അതൊരു പരിധി വിട്ട അവസ്ഥയിൽ കടുത്തു പോകും. ഫലാ യജിദു ഫീ ഖൽബിഹി റഹ്മതൻ ലിൽ മുദ്നിബീന അൽ ഖത്താഈൻ. അവൻ്റെ കൽബിൽ എന്തുണ്ടാകൂല? തെറ്റ് സംഭവിച്ച, പാപം സംഭവിച്ച ആളുകളോട് ഒരു നിലക്കുള്ള കാരുണ്യം ഉണ്ടാവില്ല. അതായത് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പാപത്തിനോടും തെറ്റിനോടും വെറുപ്പുണ്ടാകുന്നത് പോലെ അത് ചെയ്യുന്ന അയാളോട്, മുസ്ലിമാണ് എങ്കിൽ പ്രത്യേകിച്ചും ആ മുസ്ലിമായ ആളോട് ആ വെറുപ്പുണ്ടാകുന്നത് പോലെ, ആ പാപത്തിൻ്റെ പേരിൽ വെറുപ്പുണ്ടാകുന്നത് പോലെ തന്നെ നമുക്കൊരു കാരുണ്യം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അവൻ്റെ മേലെ അള്ളാഹുവിൻ്റെ ഖദർ ഇങ്ങനെയായല്ലോ എന്ന അവനോടുള്ളൊരു കാരുണ്യത്തിൻ്റെ ഭാഗം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അത് അധികം ആളുകൾക്കുണ്ടാവില്ല. തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് ഉജൂബ് ബാധിച്ച ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. അവൻ എന്തൊരു മോശപ്പെട്ടവനാണ്, ഓൻ ചെയ്ത് കണ്ടില്ലേ, ഓൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് നിലക്കാണ് ഉണ്ടാവുക. എന്നിട്ട് പറയാണ് വലാ യറാഹും ഇല്ലാ ബിഐനിൽ ഇഹ്തിഖാർ വൽ ഇസ്തിറാ. അവനാ തെറ്റ് ചെയ്തവനെ ഏറ്റവും പുച്ഛത്തോടു കൂടി, ഏറ്റവും നിന്ദയോടുകൂടി, ഏറ്റവും വില കുറച്ചുകൊണ്ട് ആ നിലക്കേ കാണുള്ളൂ. അങ്ങേയറ്റം പുച്ഛവും നിന്ദ്യതയ്ക്കും അവനോടുണ്ടാവുക. വലാ യദ്കുറുഹും ഇല്ലാ ബിലിസാനി തഅനി ഫീഹിം. ആ തെറ്റ് ചെയ്തവരെ പറ്റി പറയുമ്പോൾ അവൻ പറയുമ്പോഴൊക്കെ ആക്ഷേപിച്ചുകൊണ്ടും ശപിച്ചുകൊണ്ടും മാത്രമേ പറയുള്ളൂ. വലൈബി ലഹും വദ്ദം. അവരുടെ കുറവുകൾ പറഞ്ഞുകൊണ്ടും അവരെ നിന്ദ്യനാക്കിക്കൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അല്ലാതെ ആ തെറ്റ് ചെയ്യുന്നവരെ പറ്റി പറയില്ല. ഫൈദാ ജറത് അലൈഹിൽ മഖാദീറു വഖുല്ലിയ വനഫ്സഹു ഇസ്തിഗാസ ബില്ലാഹി വൽതജ ഇലൈഹി. ഇനി ഈ വ്യക്തി ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഉള്ള തെറ്റൊന്നും ചെയ്യാത്ത ഒരുവൻ, അവൻ അങ്ങനെ ആളുകൾ പറയും. പക്ഷെ അവൻ്റെ മേലെ അള്ളാഹുവിൻ്റെ വിധി സംഭവിക്കുകയും അവനെ അള്ളാഹു കൈവിടുകയും ചെയ്തു കഴിഞ്ഞാൽ, അവൻ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ വേഗം അള്ളാഹുലേക്ക് എന്ത് ചെയ്യും? മടങ്ങും, അള്ളാഹുലേക്ക് ഓടിയെടുക്കും. വതമൽമല ബൈന യദൈഹി തമൽമലു സലീം വദആഹു ദുആ അൽ മുത്തർ. അവന് ആ തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ അവൻ വിറവുള്ളൂ. അവന് വലിയ അപകടത്തിലേക്ക് വീഴാത്ത രീതിയിൽ തന്നെ അവൻ ഇരിക്കുന്ന ഇരിപ്പിടം ഒന്ന് ഇളകും. അവന് ഏറ്റവും ആവശ്യക്കാരായ നിലക്ക് അള്ളാഹുവിനെ വിളിച്ചു തേടും. അങ്ങനെ ഉണ്ടാകുമ്പോൾ, അഥവാ അവനും തെറ്റ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള ബോധം അവനുണ്ടായിക്കഴിഞ്ഞാൽ, ഈ തെറ്റ് സംഭവിച്ച ആളുകളുടെ മേലെ ഉണ്ടാകുന്ന ഈ ഒരു വെറുപ്പുണ്ടല്ലോ, ഈ വെറുപ്പ് എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒന്ന് പരിധി വിട്ടിട്ടുള്ളതാണ്. തെറ്റിനോട് സ്വാഭാവികമായിട്ടും വെറുപ്പുണ്ടാകും, തെറ്റ് ചെയ്തവനോടൊരു വെറുപ്പുണ്ടാകും ആ തെറ്റിൻ്റെ അളവിൽ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗില്ലത്ത്, ഒരു പരിശത, ഒരു അങ്ങേയറ്റത്തൊരവസ്ഥ,
അതെന്താവും, അത് മാറിയിട്ട് അവരോട് കുറച്ച് പാവങ്ങൾക്ക് സംഭവിച്ചു പോയല്ലോ, അവൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു റിഖത്ത് കൂടി ഉണ്ടാകും. വതിൽകൽ ഖസാവത്തു അൽ ഖത്താഈൻ റഹ്മതൻ വലീനൻ, ആ തെറ്റ് ചെയ്തവരോടുണ്ടായിരുന്ന ആ കാഠിന്യം അവരോടുള്ള ഒരു കാരുണ്യമായിട്ടും ഒരു ഒരു നൈർമല്യമുള്ളൊരവസ്ഥയിലാകും. മഅ ഖിയാമിഹി ബിഹുദൂദില്ലാഹ്, എന്ന് കരുതി അള്ളാഹുവിൻ്റെ വിധി അവരെ മേലെ നടപ്പിലാക്കാതിരിക്കൂല. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മാഇസ് റളിയല്ലാഹു അൻഹു ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉടനടി എന്ത് ചെയ്യാം, ആ ശിക്ഷ അവിടെ നടപ്പിലാക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് 3 തവണ പറയുമ്പോഴും അത് കേൾക്കാത്ത പോലെ തിരിഞ്ഞിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ്, വേറെ സാക്ഷികളോ തെളിവൊന്നുമില്ല. അയാൾ സ്വയം വന്ന് പറയാണ്, 4 സാക്ഷികൾ വന്ന് പറയാണ് ഈ ശിക്ഷ നടപ്പിലാക്കണം. അയാൾ സ്വയം വന്ന് പറയാതെ തന്നെ അയാൾക്ക് രഹസ്യമായി തൗബ ചെയ്താലും അയാൾ അള്ളി തമ്മിലായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സഹാബിയെ എറിഞ്ഞു കൊല്ലണം, വിവാഹിതനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു. വീണ്ടും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റുള്ള സഹാബികൾ, അവൻ കള്ളു കുടിച്ചിട്ടുണ്ടോ നോക്ക്, ബോധമില്ലാതെ പറയാണോ നോക്ക്. കാരണം ആ തെറ്റ് അവൻ്റെ മേലെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള തെറ്റുകാരനോടുള്ള ഒരു കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നന്നായതുകൊണ്ടാട്ടോ, ഇത് പാപത്തിലൂടെ ഉണ്ടായി എന്നല്ല പറയണത്. ഇത് വിശ്വാസം മാസൂമാണ്, ബാക്കിയുള്ള ആളുകൾ ഉണ്ടാകുന്ന അവസ്ഥ. അതായത് തെറ്റ് ചെയ്യുന്ന ഒരാളോട് കാരുണ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ, കാരുണ്യം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലവർക്ക് തോന്നും. അതിനൊരു ഉദാഹരണം പറയാം. അപ്പോൾ വ്യഭിചരിച്ച ഒരാൾ, വ്യഭിചാരം എത്ര മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഇസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ആ കാരുണ്യം ഉണ്ടായിരുന്നു. കള്ളു കുടിച്ചിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു, അപ്പോൾ കള്ളു കുടിച്ചിട്ടില്ല പറഞ്ഞു. അവസാനം ആ ശിക്ഷ നടപ്പിലാക്കുകയാണ്. കാരണം ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹദ്ദ് നടപ്പിലാക്കുന്നിടത്ത് ഒരു വ്യക്തിയോടുള്ള കാരുണ്യം നമുക്ക് എന്താകാൻ പാടില്ല, തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രത്യേകം സൂറത്തുൻ നൂറിൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അവരോടുള്ള കാരുണ്യം അതിന് തടസ്സമാകരുത് എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത്. വേറൊരു തെറ്റിനെയും പറ്റിയും പറയാതെ ഇതിന് പറയാനുള്ള കാരണം ഇബ്നുൽ ഖയ്യിം തന്നെ ദാവൂദ് ദവായിലൊക്കെ അതിൻ്റെ തഫ്സീറുകളിലൊക്കെ വിശദീകരിച്ചത് കാണാം. വ്യഭിചാരം പോലെയുള്ള തെറ്റൊരു സമൂഹത്തിലെ ഏത് നിലയിലുള്ള ആളിൽ നിന്നുണ്ടാകും. ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ആളിൽ നിന്നുണ്ടാവും, താഴ്ന്ന സ്ഥലത്തെ ആളിൽ നിന്നുണ്ടാവും. ചിലപ്പോൾ നല്ല ആളായിരിക്കും, ചിലപ്പോൾ ആ തെറ്റ് സംഭവിക്കും. അതുപോലെ തന്നെ ഏത് മനുഷ്യൻ്റെയും നഫ്സിന് അതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ട് അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കാൻ ആളുകൾക്കൊരു മടി ഉണ്ടാവും. ഇതിപ്പോൾ ഞാനാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ പെട്ടുപോയല്ലോ എന്നുള്ള കാരണം മടി ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ ഹദ്ദ് നടപ്പിലാക്കുന്നിടത്ത് ഒരു കാരുണ്യമില്ല, പക്ഷേ അവനങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള കാരുണ്യം ഉള്ളിലുണ്ടാകും. വതബദ്ദല ദുആഹു അലൈഹിം ദുആഅൻ ലഹും, അങ്ങനെയാകുമ്പോൾ തെറ്റ് പറ്റിയവർക്കെതിരെ, നേരത്തെ തെറ്റ് ചെയ്യാത്തൊരവസ്ഥയിൽ അവൻ ജീവിക്കുമ്പോൾ തെറ്റ് ചെയ്തവർക്കെതിരെ അവരെ നശിപ്പിക്കണേ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കണേ എന്നുള്ളവർക്ക് പ്രാർത്ഥിച്ചോ. പിന്നെ പ്രാർത്ഥിക്കുക, അള്ളാഹുവേ അവരൊന്ന് രക്ഷിക്കണേ ആ തെറ്റിൽ നിന്ന്, അവനെ ആ തെറ്റിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള നിലക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. വജഅല ലഹും വദീഫതൻ മിൻ ഉംരിഹി, അവൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു സമയം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് തന്നെ വെക്കും. അഥവാ അവൻ്റെ ദുആ ചെയ്തിട്ടും മറ്റും. യസ്അലുഹുല്ലാഹു ഫീഹാ യഗ്ഫിറ ലഹും, ആ സമയത്ത് അവൻ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ തേടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ കാണാം, എന്താ അല്ലാഹു അഅലം, അവരെ ആ തെറ്റിനെ വെറുക്കണ കാര്യം കാണാം, പക്ഷെ അവരെ പറ്റെ ഒഴിവാക്കുന്ന അവസ്ഥ കാണാം. അവരെ ഒരുപാട് തരത്തിൽ മോശമായി പറയുന്നത് കാണാം. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കണം, അവന് വേണ്ടി ഒരു തവണയെങ്കിലും പൊറുക്കലിനെ തേടാൻ നമുക്ക് പറ്റുമോ? ഏറ്റവും ഗൗരവമുള്ള തെറ്റുകൾ കൂട്ടിക്കോളി, അവന് വേണ്ടി അള്ളാഹു അവന് പുറത്തു കൊടുക്കണമേ, അവനെ ആ തെറ്റിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ പരിശോധിക്കണം. ആ റിഖത്ത് എന്ത് കിട്ടും? ബസീറത്തുള്ള ആളുകൾ അവന് പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റിഖത്ത്, ഈ ഒരു കാരുണ്യം അവരോട് ഉണ്ടാകും. ഇനി സലഫുകൾ എങ്ങനെയായിരുന്നു? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹുവിലേക്ക് ഷാമിൽ നിന്നെല്ലാം ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കച്ചവടത്തിനും മറ്റും ആവശ്യമായിട്ട് മദീനത്തേക്ക് വരും. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് എപ്പോഴും അതിലൊരാളെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അയാൾ കാണാനില്ല. അപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിച്ചു, എവിടെ അയാളെ കാണാനില്ലല്ലോ? അപ്പോൾ ആളുകൾ പറഞ്ഞു, അവന് ഇപ്പോൾ കള്ളു കുടിച്ച് കിടക്കുകയാണ്, അവന് കള്ളുടിയനായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു വേഗം കാത്തിബിനെ വരാൻ പറഞ്ഞു, എഴുത്തുകാരനെ വരാൻ പറഞ്ഞു. എന്നിട്ട് എഴുതാൻ പറഞ്ഞു. സൂറത്തു ഗാഫിറിലെ ആദ്യത്തെ ആയത്തുകൾ, ഗാഫിറുദ്ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബ് ദിത്തൗൽ, പാപങ്ങൾ പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് അവൻ. അള്ളാഹു, അവനല്ലാതെ ഇലാഹില്ല, അവനിലേക്കാണ് മടക്കം. ഈ ആയത്ത് എഴുതിയിട്ട് അവന് കൊടുത്തേക്കാൻ പറഞ്ഞു. ഈ ആയത്ത് എഴുതി കത്തുമായിട്ട് ആളുകൾ പോയി അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ ആ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തു, വീണ്ടും വീണ്ടും പാരായണം ചെയ്തു. അവനത് ബോധ്യപ്പെട്ട് അവൻ തൗബ ചെയ്ത് മടങ്ങി നല്ല അവസ്ഥയിലായി.
ഇത് ഉമർ റളിയല്ലാഹു അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് ഇസ്തിഖാമത്തിന് തെറ്റുന്ന ആളുകളോട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞത് കാണാം. അപ്പോൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ഒരവസ്ഥ ഈ ആൾക്ക്, തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഉണ്ടാകുന്നത് അവൻ എന്തെങ്കിലും പാപത്തിൽ അകപ്പെടുമ്പോഴാണ്. ചിലപ്പോൾ രഹസ്യത്തിൽ സംഭവിച്ചൊരു പാപമായിരിക്കും, പക്ഷെ ആ പാപം കൊണ്ട് അവന് ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. എന്ത് ഉപകാരമുള്ള, എന്ത് നേട്ടം ലഭിക്കുന്ന ഒരവസ്ഥയാണിത്. കാരണം അവൻ്റെ ഒരു അവസ്ഥയിൽ, അവൻ്റെ കാഴ്ചപ്പാടിൽ, അവൻ്റെ എല്ലാ നിലക്കും വലിയൊരു മാറ്റമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മഷ്ഹദുർ റഹ്മ. പാപം സംഭവിച്ചു കഴിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അവന് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. ഇതൊരിക്കലും അള്ളാഹുവിന് വേണ്ടി ആ തെറ്റിനെ വെറുക്കാതിരിക്കാനോ ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ ഹജ്ജ് നടപ്പിലാക്കാതിരിക്കാനോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ അവന് സംഭവിച്ചു പോയല്ലോ, ഒരു മുസ്ലിമിന് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന നിലക്ക് അവന് ആ സംഭവിച്ച തെറ്റിൻ്റെ മേലെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അവന് വേണ്ടി ദുആ ചെയ്യാൻ, അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെ സ്വീകരിക്കാൻ എല്ലാം എന്തു ചെയ്യും, ഒരു വഴി നോക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ആശയം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.